ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോട്ട് നെറ്റ് ഇൻറ്റേർണൽസിനെ കുറിച്ചും WinDBG ഡംപ് അനാലിസിസിനെ കുറിച്ചും കുറച്ച് ട്യൂട്ടോറിയൽസ് മലയാളത്തിൽ വളരെ ലളിതമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആപ്പിൻ്റെ പേര് ഒരു CLR ഡയറിക്കുറിപ്പ്. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയതുകൊണ്ട് ആമുഖമായിട്ട് ചിലത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത്, ഞാൻ പ്രോഗ്രാമിംഗ് തുടങ്ങിയ സമയത്ത് ഒരു C++, VC++ പ്രോഗ്രാമറായിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ കുറച്ചു കാലം വർക്ക് ചെയ്ത് പിന്നീട് ഞാൻ .NET C# ഡെവലപ്മെൻറ്റിൽ വന്നതാണ്. അങ്ങനെ വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു .NET ഈസിയാണ്. എനിക്കും തോന്നി C# ഈസിയാണെന്ന്. അത് ചിലപ്പോൾ C++ എന്ന് വന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ കുറച്ചു കാലം വർക്ക് ചെയ്തു. പിന്നീട് ഒരു സെമി കണ്ടക്ടർ കമ്പനിയുടെ ഡീബഗിങ് സപ്പോർട്ട് ടീമിലെ ഒരു മെമ്പറായിട്ട് പിന്നെ ജോയിൻ ചെയ്തു. അപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ എൻ്റർപ്രൈസ് ആപ്ലിക്കേഷനിലൊക്കെ വരുന്ന ഡംപ് വരുന്ന ആപ്ലിക്കേഷൻ ഹാങ്, ആപ്ലിക്കേഷൻ ക്രാഷസ് ഓർ പെർഫോമൻസ് ലോവറിങ്, ഇതെല്ലാം ഡംപ് അനാലിസിസ് ചെയ്യുകയായിരുന്നു ഞങ്ങളുടെ ജോലി. അപ്പോൾ അങ്ങനെ കുറച്ച് ഒക്കെ ചെയ്തപ്പോഴാണ് കുറച്ച് .NET ആപ്ലിക്കേഷൻസ് ഒക്കെ അനലൈസ് ചെയ്തപ്പോൾ തോന്നിയത്, ഈ .NET എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിളാണോ? ശരിക്കും ആദരവ് കൊടുത്ത് പ്രോഗ്രാം ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് ഈ .NET പ്രോഗ്രാമിംഗ് പിന്നെ തോന്നിയത്. ഇത് .NETൻ്റെ പ്രശ്നം മാത്രമല്ല, എല്ലാ പ്രോഗ്രാമിംഗ് ആസ്പെക്റ്റും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് .NET ആയതുകൊണ്ട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി വേറൊന്ന് പറയാനുള്ളത് വെച്ചാൽ, ഈ മൈക്രോസോഫ്റ്റ് .NET എങ്ങനെ കോഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ കോഡ് പ്രാക്ടീസൊക്കെ വളരെ വ്യക്തമായി ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ വളരെ മനോഹരമായിട്ട് പറയും. നമ്മൾ കോഡ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുകയും ചെയ്യും. പക്ഷേ ചിലപ്പോഴെങ്കിലും ചില സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില കോഡ് പ്രാക്ടീസൊക്കെ മിസ് ചെയ്ത് വരികയാണെങ്കിൽ, അങ്ങനെ ചിലപ്പോൾ ചെറിയൊരു ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നത്. ആ ഒരു ഇഷ്യൂ ഒരു ഭീമാകാരമായ ഇഷ്യൂ ആയിട്ട് വളർന്ന് അവസാനം ആ പ്രോഗ്രാമിനെ തന്നെ കില്ല് ചെയ്യുന്ന ഒരു സിനാരിയോ ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഒരു ഡെവലപ്പർ എൻവിറോൺമെൻറ്റിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് ചിലപ്പോൾ ക്രാഷ് നടക്കുന്നത് കസ്റ്റമർ സൈറ്റിലാവും. ഇതൊക്കെ ഒരു ഡെവലപ്പറുടെ ലൈഫിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഇത് കസ്റ്റമറുടെ ഭാഗത്ത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ സാറേ, ഞങ്ങളുടെ ഭാഗത്ത് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ ഈ ലോഗ് ഇൻഫർമേഷനൊക്കെ ചിലപ്പോൾ ലോഗ് ഉണ്ടെങ്കിൽ തന്നെ ലോഗൊക്കെ വളരെ പ്രൈമറി ലെവൽ ഇൻഫർമേഷനെ തരുള്ളൂ. ഓക്കെ, അപ്പോൾ ആ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, കസ്റ്റമർ സൈഡിൽ അവരൊരു ഡംപ് തരും. നമ്മുടെ ഒന്നുകിൽ ഒരു ഡീബഗർ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് പീപ്പിൾ അല്ലെങ്കിൽ ഈവൻ പ്രോഗ്രാമർ ആ ഡംപിനെ അനലൈസ് ചെയ്ത് എന്താണ് റിയൽ ടൈമിൽ ആ ഇഷ്യൂ ഉണ്ടാവാനുള്ള കാരണം എന്ന് ട്രബിൾ ഷൂട്ട് ചെയ്ത് കണ്ടുപിടിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഡംപ് അനാലിസിസ് ഒക്കെ നടക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, എങ്ങനെയാണ് നമ്മൾ ഈ ട്യൂട്ടോറിയൽസ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അതായത് ഓരോ ട്യൂട്ടോറിയലും ഞാൻ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, ഒരു പ്രോഗ്രാമർ ടു പ്രോഗ്രാമർ കോൺവെർസേഷനായിട്ടാണ് മുന്നോട്ട് പോകാൻ പറയുന്നത്. അതായത് ഒരു ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ, എന്ത് തിയറിറ്റിക്കൽ പഠിച്ചാലും അതിനെ ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ അത് പിന്നെ ഒരിക്കലും മനസ്സിൽ നിന്ന് പോവില്ല. ആ തിയറി ഇൻറ്റേർണൽസ് മനസ്സിൽ വളരെ ക്ലീനായിട്ട് കിടക്കും. ഓക്കെ, അങ്ങനെ ഒരു ഡെവലപ്പർ പഠിക്കാൻ ആഗ്രഹിക്കുക എന്തും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുക വെച്ചാൽ, ഒരു CLR ഇൻറ്റേർണൽ ഒരു ടോപ്പിക്ക് പറയും. പിന്നെ ആ ഇൻറ്റേർണൽ ടോപ്പിക്ക് ഫലപ്രദമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാതെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡെമോ സെഷൻ ക്രിയേറ്റ് ചെയ്ത് ആ ഡെമോ സെഷൻ സിനാരിയോ ഒരു WinDBG സെഷനിലൂടെ നമ്മൾ ഡംപ് അനാലിസിസ് ചെയ്ത് റിയൽ സിനാരിയോ കാണിക്കും. ഓക്കെ, ലൈവ് ഡിബഗിങ് സെഷനിലൂടെ കാണിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഇൻറ്റേർണൽസ് ക്ലീനായിട്ട് മനസ്സിലാക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ WinDBG എന്ന ഒരു നല്ലൊരു ടൂൾ കൂടി, അതിൻ്റെ കമാൻഡ്സ് കൂടി പഠിക്കാൻ ഇത് നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ആപ്പിൻ്റെ ലക്ഷ്യം. ലേൺ ബോത്ത് .NET ഇൻറ്റേർണൽസ് ആൻഡ് WinDBG. അപ്പോൾ ഈ WinDBGയെ കുറിച്ച് ഒരു വാക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ WinDBG ഒരു ഡീബഗേഴ്സ് ടൂളാണ്.
സത്യത്തിൽ WinDBG ഒരു ഡീബഗറുടെ ഒരു വജ്രായുധമാണ് എന്നൊക്കെ പറയാം, കാരണം പ്രോബ്ലം ട്രബിൾ ഷൂട്ട് ചെയ്യാൻ. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു .NET ഡെവലപ്പറും ഈ WinDBG അല്ലെങ്കിൽ ഡംപ് അനാലിസിസ് ഒക്കെ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഒരു ഡെവലപ്പറെ അത് എലിവേറ്റ് ചെയ്യും. കാരണം ഞാനൊരു ഡെവലപ്പർ മാത്രമല്ല, ഐ ക്യാൻ ട്രബിൾ ഷൂട്ട് ഇഷ്യൂസ് ഓർ ഐ നോ ഡംപ് അനാലിസിസ് എന്നൊക്കെ പറയുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. വേറൊന്ന്, പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ് രണ്ടാമത്തത്. അതായത് ഒരു .NET ഡെവലപ്പർ ആയിരുന്നു ഞാൻ ആദ്യം പറഞ്ഞു, പിന്നെ ഒരു ഡീബഗിങ് ആയിട്ട് 3-4 കൊല്ലം പോയി, പിന്നീട് വീണ്ടും ഡെവലപ്മെൻറ്റിലേക്ക് വന്നപ്പോൾ എനിക്ക് കോഡൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തന്നെ തോന്നിയതാണ്, ഒരു ട്രബിൾ ഷൂട്ടർ കൂടി കിട്ടി. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോഡ് ബ്ലോക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ എന്ന ഒരു ഇൻസൈറ്റ് കൂടി കിട്ടണ വരെയൊക്കെ തോന്നി. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എന്തും ഈ .NET ഇൻറ്റേർണൽസ് ഒക്കെ അറിഞ്ഞ് പ്രോഗ്രാം ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, WinDBG അറിഞ്ഞാൽ അതും നല്ലത്. ചിലപ്പോൾ ഈ 7-8 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചിലപ്പോൾ ഇതെല്ലാം അറിയുമായിരിക്കാം, അവർക്ക് ചിലപ്പോൾ അത്ര ബെനിഫിറ്റ് ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഒരു പ്രതീക്ഷ ഒരു 1 to 3 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ബെനിഫിറ്റ് ആകും എന്നുള്ള ചിന്താഗതിയിൽ ഞാൻ ഇതെല്ലാം പ്രസൻറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. പിന്നെ ലക്ഷ്യം പറഞ്ഞല്ലോ. ഇനി എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ ലളിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്, ഈ രണ്ട് സാധനങ്ങളും, അതായത് CLR ഇൻറ്റേർണൽസ് എന്ന് പറയുന്നതും WinDBG സെഷൻസ് എന്ന് പറയുന്നതും വളരെ ഗഹനമായിട്ടുള്ള സംഭവമാണ്. അതിനെ ലളിതമായിട്ട് പറയുക എന്ന് പറയുന്ന ഒരു ചലഞ്ചാണ്. ആ ചലഞ്ച് ഞാൻ സോൾവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, പിന്നെ എല്ലാം മലയാളത്തിൽ പറയാൻ സാധ്യമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഗാർബേജ് കളക്ടർ വളരെ എപ്പോഴും പറയേണ്ടി വരുന്ന ഒരു കാര്യമായിരിക്കും ഇൻറ്റേർണൽസ് ഒക്കെ പറയുമ്പോൾ. ഇപ്പോൾ ഗാർബേജ് കളക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ കുപ്പ പെറുക്കി എന്ന് പറയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഗ്രാം നമ്മളിപ്പോൾ പറയുന്നതിൻ്റെ ഒരു സ്കോപ്പ് നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ എല്ലാം മലയാളീകരിക്കാൻ പറ്റില്ല. ഇതിലത്തെ ടെക്നിക്കൽ ടേംസ് എല്ലാം ടെക്നിക്കലായിട്ട് തന്നെ പറയും. പിന്നെ പറയുന്നതെല്ലാം ഞാൻ പ്രാക്ടിക്കലായിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ തിയറി ആൻഡ് പ്രാക്ടിക്കൽ എന്ന രീതിയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നുകൂടി പറയാനുണ്ട്, ഇതൊരു യൂട്യൂബ് വീഡിയോ സെഷൻ കൂടി ആയതുകൊണ്ട് നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ യൂട്യൂബിൻ്റെ താഴത്തുണ്ടാവും സബ്സ്ക്രൈബ് ബട്ടൺ, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാം, ഫസ്റ്റ് സെഷനിലോട്ട് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയുകയാണ്, ഇതിൻ്റെ ഒരു പ്രൊമോഷൻ മാതിരി പറയുകയാണ്. ഇത് മറ്റേ ഡിബഗിങ് ആയിട്ട് ബന്ധമില്ല. ഞാനൊരു മലയാളം മാംഗോ സീസൺ എന്ന പേരിൽ ഒരു 10-36 കഥ എഴുതിയിട്ടുണ്ട്. അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറച്ച് നല്ല റിവ്യൂസൊക്കെ വന്നതാണ്. ഫ്രീ ആപ്പാണ്. ഒരു 36 കഥയാണ്. എൻ്റെ അനുഭവങ്ങളും പാളിച്ചകളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്ന കഥയായിട്ട്. മിക്കതും പാളിച്ചകളാണ്. എന്നാലും നിങ്ങളത് വായിച്ചാൽ അത് എനിക്കൊരു ഗുണമാവും. കാരണം ഫ്രീ ആപ്പാണ് എങ്കിലും നിങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഒരു അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ആയിട്ട് കുറച്ച് ഗുണം കിട്ടും. അത് ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ പറയുകയാണ്. ഇനി അടുത്ത സെഷനിൽ നമ്മളൊരു പുതിയ ഒരു ട്യൂട്ടോറിയൽ സെഷനായിട്ട് വരും. .NET ഒബ്ജക്റ്റ് ലേഔട്ട് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിനെ ഡിബഗിങ് സെഷനിലൂടെ കാണുകയും ചെയ്യും. താങ്ക് യു.